ചന്ദ്രവംശത്തിൽ ഹേഹേൻ എന്ന രാജാവിൻ്റെ പരമ്പരയിലായിരുന്നു കൃതവീര്യപുത്രനായ കാർത്തവീര്യാർജുനൻ ജനിച്ചത്. അദ്ദേഹം നർമ്മദാ നദിയുടെ തീരത്തുള്ള മാഹിഷ്മതി എന്ന നഗരം തലസ്ഥാനമാക്കിയിട്ട് തൻ്റെ രാജ്യത്തിൻ്റെ ഭരണം നടത്തിപ്പോന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ ചെന്ന് നാരദ മുനിയുടെ ഉപദേശപ്രകാരം അദ്ദേഹം നർമ്മദാ നദീ തീരത്തിൽ ഒരു ആശ്രമം പണിത് ഭാര്യാസമേതം അവിടെ താമസിച്ചുകൊണ്ട് തന്നെ ഭദ്രദീപ പ്രതിഷ്ഠാവ്രതം ആരംഭിച്ചു. അത്രേപുത്രനായ ദത്താത്രേയ മുനിയായിരുന്നു അർജുനൻ്റെ ഗുരു. വ്രതാവസാനത്തിൽ സന്തുഷ്ടനായ ദത്താത്രേയ മുനി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം സഹസ്രം ബാഹുക്കൾ ഉണ്ടാകട്ടെ എന്ന വരം നൽകി അനുഗ്രഹിച്ചു. സഹസ്രബാഹുക്കൾ ലഭിക്കുകയാൽ അഹങ്കാരിയായി തീർന്ന അദ്ദേഹം മഹിഷ്മതിയിൽ ചെന്ന് രാജാവായിട്ട് 80,000 വർഷക്കാലം രാജ്യം ഭരിച്ചു. ഒരിക്കൽ അഗ്നിദേവൻ കാർത്തവീര്യാർജുനനെ സമീപിച്ച് ആഹാരം യാചിക്കേണ്ടായി. തൻ്റെ രാജ്യത്തിലുള്ള കാടുകളും മേടുകളും ഭക്ഷിച്ചു കൊള്ളുവാൻ രാജാവ് അഗ്നിക്ക് അനുവാദം കൊടുത്തു. അഗ്നി അപ്രകാരം ഭക്ഷിക്കുന്ന കൂട്ടത്തിൽ ആബവൻ എന്ന മഹർഷിയുടെ ആശ്രമവും തനിക്ക് ഇരയാക്കി മാറ്റി. തൻ്റെ ആശ്രമം വെന്തു പോകുവാൻ കാരണക്കാരനായത് കാർത്തവീര്യാർജുനൻ ആണെന്ന് മനസ്സിലാക്കിയ മഹർഷി അദ്ദേഹത്തിൻ്റെ 1000 ബാഹുക്കളും പരശുരാമനാൽ ഛേദിക്കപ്പെടട്ടെ എന്ന് ശപിച്ചുവെത്രേ. രാവണൻ തനിക്ക് ലഭിച്ച വരങ്ങളുടെ ആ ബലത്താൽ അഹങ്കാരിയായിട്ട് ദിഗ്വിജയം നടത്തിവരുന്ന കാലത്തൊരവസരത്തിൽ സൈന്യങ്ങളോട് കൂടിയിട്ട് നർമ്മദാ നദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടിയ ശേഷം രാവണൻ പിറ്റേ ദിവസം പ്രഭാതത്തിൽ നർമ്മദയുടെ മണൽത്തട്ടിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച ശിവപൂജ ആരംഭിച്ചു. ആ അവസരത്തിൽ കാർത്തവീര്യാർജുനൻ നർമ്മദയിൽ കുറേ താഴത്തായിട്ട് സ്ത്രീജനങ്ങളോട് കൂടിയിട്ട് വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹം തൻ്റെ ആ സഹസ്രബാഹുക്കളും കൊണ്ട് നർമ്മദയിലെ ജലം തടഞ്ഞു നിർത്തി. നദിയിൽ വെള്ളം പൊങ്ങി ഒടുവിൽ രാവണൻ ശിവപൂജ ചെയ്തിരുന്ന സ്ഥലത്ത് ജലവിധാനം ഉയരുകയും പൂജാ സാമഗ്രികളും മറ്റും ജലത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. തൻ്റെ പൂജയ്ക്ക് വിഘ്നം വരത്തക്കവണ്ണം നർമ്മദയിലെ വെള്ളം പൊങ്ങുവാൻ എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു വരുവാൻ രാവണൻ തൻ്റെ ദൂതന്മാരെ നിയോഗിച്ചു. കാർത്തവീര്യാർജുനൻ തൻ്റെ കൈകൾ കൊണ്ട് ജലം കെട്ടി നിർത്തിയതാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണം എന്നറിഞ്ഞ രാവണൻ ആയുധങ്ങളുമായിട്ട് ഈ കാർത്തവീര്യാർജുനനോട് യുദ്ധത്തിനായിട്ട് ചെന്നു. അപ്പോൾ കാർത്തവീര്യാർജുനൻ എന്തു ചെയ്തു? തൻ്റെ ഗദാപ്രഹരത്താൽ രാവണനെ വീഴ്ത്തി. എന്നിട്ട് ബന്ധനസ്ഥനാക്കി മാറ്റി അദ്ദേഹം തൻ്റെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി രാവണനെ. എന്നിട്ട് രാവണനെ അദ്ദേഹം തൻ്റെ കാരാഗൃഹത്തിൽ പാർപ്പിച്ചു. രാവണൻ 1 വർഷക്കാലം അവിടെ താമസിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. രാവണൻ്റെ പിതാമഹനായ പുലസ്ത്യ മുനി ഈ വിവരം അറിഞ്ഞ് അർജുനൻ്റെ സമീപത്ത് ചെന്ന്, അതായത് കാർത്തവീര്യാർജുനൻ്റെ ആ താമസ സ്ഥലത്ത് ചെന്ന് രാവണനെ വിമുക്തനാക്കി മാറ്റി. അതിൽ പിന്നെ കാർത്തവീര്യാർജുനനും രാവണനും സുഹൃത്തുക്കളായി തീർന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ കാർത്തവീര്യാർജുനൻ അനുചരന്മാരോടുകൂടി നായാട്ടിന് പോയപ്പോൾ ജമദഗ്നിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുവാൻ ഇടയായി. തൻ്റെ അതിഥികളായിട്ട് വന്നെത്തിയ രാജാവിനെയും സൈന്യങ്ങളെയും ജമദഗ്നി മഹർഷി മൃഷ്ടാന ഭോജനം നൽകി തന്നെ സൽക്കരിച്ചു. വെറും ആശ്രമവാസിയായ ജമദഗ്നി മുനിക്ക് രാജാവിനെയും സൈന്യങ്ങളെയും അത്രയും ഗംഭീരമായിട്ട് സൽക്കരിക്കുവാൻ എങ്ങനെയാണ് സാധിച്ചത് എന്ന് കാർത്തവീര്യാർജുനൻ മനസ്സിലാക്കി. അവിടെയുണ്ടായിരുന്ന കാമധേനു കാരണമാണ് ഇങ്ങനെ ഇദ്ദേഹത്തിന് സാധിച്ചത് എന്ന് മനസ്സിലാക്കിയ ദുഷ്ടബുദ്ധിയായ തൻ്റെ മന്ത്രിയുടെ കൂടി ഉപദേശപ്രകാരം കാർത്തവീര്യാർജുനൻ എന്തു ചെയ്തു? മുനിയുടെ ആ പശുവിനെ, കാമധേനുവിനെ കൊണ്ടുവരുവാനായിട്ട് തൻ്റെ മന്ത്രിയെ തന്നെ നിയോഗിച്ചു. എന്നാൽ ആ പശുവിനെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ ജമദഗ്നി മുനിയെ ഈ മന്ത്രി എന്തു ചെയ്തു? വധിച്ചു. കാമധേനുവിൽ നിന്ന് ഉത്ഭവിച്ച സൈന്യങ്ങൾ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന സൈന്യങ്ങളെയും വധിച്ചു. മന്ത്രിയാവട്ടെ കാമധേനുവിൻ്റെ പുത്രിയെയും അപഹരിച്ചിട്ട് ആ സമയം അവിടെ നിന്നും കടന്നു കളഞ്ഞു. ആകൃതവ്രണൻ എന്ന ശിഷ്യനോടുകൂടി ആശ്രമത്തിൽ മടങ്ങിയെത്തിയ പരശുരാമൻ തൻ്റെ അച്ഛൻ വധിക്കപ്പെട്ടതായി കണ്ടിട്ട് വളരെയധികം ദുഃഖിച്ചു. അപ്പോൾ അവിടെ എത്തിച്ചേർന്ന ശുക്രമുനിയാണ് ജമദഗ്നി മുനിയെ ജീവിപ്പിച്ചത് എന്നാണ് പറയുന്നത്. പരശുരാമൻ തൻ്റെ പിതാവിനെ വധിച്ച കാർത്തവീര്യാർജുനനെ വധിക്കുവാനായിട്ട് തൻ്റെ വെൺമഴു, ചാപബാണങ്ങൾ എന്നിവയോടുകൂടി പുറപ്പെട്ടു. അങ്ങനെ മാഹിഷ്മതി നഗരത്തിലേക്ക് ചെന്ന് അദ്ദേഹവുമായി യുദ്ധം ആരംഭിച്ചു. കാർത്തവീര്യാർജുനൻ ആവട്ടെ 10,000 പുത്രന്മാരോടും 17 അക്ഷോഹിണി പടയോടും കൂടിയിട്ട് പരശുരാമനുമായിട്ട് യുദ്ധത്തിനിറങ്ങി. പരശുരാമനോട് എതിരിട്ട സൈന്യങ്ങളെല്ലാം ഒടുവിൽ ചത്തൊടുങ്ങി. അർജുനപുത്രന്മാരും കുറേയെല്ലാം വധിക്കപ്പെട്ടു. ശേഷിച്ചവരെല്ലാവരും ഓടി ഒളിക്കേണ്ടായി. ഒടുവിൽ പരശുരാമൻ അർജുനനുമായിട്ട്, കാർത്തവീര്യ അർജുനനും ആയിട്ട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ബാഹുക്കളെയെല്ലാം, കൈകളെയെല്ലാം ഛേദിച്ച് വീഴ്ത്തിയ ശേഷം അദ്ദേഹത്തെയും വധിച്ചു.
ഭഗവാന്റെ അവതാരമായ പരശുരാമനാൽ വധിക്കപ്പെട്ടതിനാൽ കാർത്തിവീര്യാർജുനന് മോക്ഷമാണ് ലഭിച്ചത്. പരശുരാമനോട് തോറ്റോടിപ്പോയ അർജുനപുത്രന്മാർ തങ്ങളുടെ പിതാവ് മരിച്ചതായിട്ടറിഞ്ഞപ്പോൾ പക വീട്ടുവാനായിട്ട് പരശുരാമൻ ആശ്രമത്തിൽ ഇല്ലാതിരുന്ന അവസരം നോക്കി അവിടെ ചെന്ന് വീണ്ടും ജമദഗ്നി മുനിയെ വധിച്ചു. തൻ്റെ ഭർത്താവ് വധിക്കപ്പെട്ടത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുകാദേവി മാറത്തടിച്ച് നിലവിളിച്ചു. പെട്ടെന്ന് തന്നെ ആശ്രമത്തിലേക്ക് എത്തിയ പരശുരാമൻ അതീവ ക്രോധവാനായി തീർന്നു. അച്ഛൻ്റെ മൃതശരീരം സൂക്ഷിച്ച ശേഷം പരശുരാമൻ ആയുധങ്ങളുമായി പോയി 21 വട്ടം ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ചിട്ട് തിരികെ ആശ്രമത്തിൽ മടങ്ങിച്ചെന്ന് തൻ്റെ പിതാവിനെ ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിൽ പിന്നെയാണ് ഭൂമിയെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം പരശുരാമൻ തപസ്സിനായിട്ട് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയത്.